പെരുമ്പാവൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി മനോജ് മുത്തടന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. രാവിലെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. തുടർന്ന് മണ്ഡലത്തിലെ മസ്ജിദുകൾ സന്ദർശിച്ച റംസാൻ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് തനിക്ക് ഉള്ളതെന്ന് മനോജ് മുത്തടൻ പറഞ്ഞു. എല്ലായിടത്തും വലിയ അനുകൂലമായിട്ടുള്ള ഒരു വലിയ പ്രതികരണമാണ്. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ്. സ്ഥാനാർത്ഥിത്വം കാത്തിരുന്നതുപോലെ ജനങ്ങൾ മുഴുവൻ നെഞ്ചേറ്റി UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ വിജയിപ്പിക്കാനുള്ള വലിയ ആവേശകരമായ ഒരു പ്രതികരണത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തികഞ്ഞ വിശ്വാസമാണ് എനിക്കുള്ളത്. പെരുമ്പാവൂർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലം പെരുമ്പാവൂരിന്റെ MLA ആയിരുന്ന പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി നടപ്പിലാക്കിയ നിരവധിയായ വികസന പദ്ധതികളുണ്ട്. നമ്മുടെ റോഡുകൾ BNBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതും, അതുപോലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഹൈടെക് നിലവാരത്തിലേക്ക് മാറ്റുന്നതും, ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും, ട്രാവൻകൂർ റയോൺസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും, അതുപോലെ ബൈപ്പാസിന്റെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ബൈപ്പാസിന്റെ നിർമ്മാണം ആരംഭിച്ച് അതിന്റെ ഫസ്റ്റ് റീച്ച് വളരെ വേഗത്തിൽ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടും അത് തുടങ്ങി വെച്ചുകൊണ്ടും MLA നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആളുകളെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ പെരുമ്പാവൂരിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന ഒട്ടേറെ അനന്തമായ സാധ്യതയുള്ള ഭാവനാസമ്പന്നമായ പദ്ധതികൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ഭാവനാസമ്പന്നമായ ഒരുപാട് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് എറണാകുളത്തെ മാറ്റിയെടുക്കാനും അതിന് നിരവധി അവാർഡുകൾ വാങ്ങിയെടുക്കാനും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മികച്ച പ്രസിഡന്റ് അവാർഡ് വാങ്ങാനൊക്കെ കഴിഞ്ഞത് അതിനൊക്കെ ഒരു അനുഭവം സമ്പത്തൊക്കെ വെച്ചുകൊണ്ട് പെരുമ്പാവൂരിന്റെ അനന്തമായ വികസന സാധ്യതകളെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കി ജനങ്ങളുമായി സംവദിച്ച് അവരുടെയും ആശയങ്ങൾ കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പെരുമ്പാവൂരിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പെരുമ്പാവൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു.